നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീ ആരെ കാണാനാ വന്നത്? നിങ്ങളെയൊക്കെ കാണാൻ തന്നെ. അല്ല, ഇന്ദ്രനില്ലേ ഇവിടെ? ഇല്ല, ഇന്ദ്രേട്ടൻ പുറത്തു പോയി. ആണോ? എന്നാ പിന്നെ ഞാൻ വന്ന കാര്യം നിങ്ങളോട് പറയാം. എങ്കി വാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. ഇരിക്ക്. എന്റെ ചില പേഴ്സണൽ ഓട്ടങ്ങൾക്ക് വേണ്ടി ഞാനൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തു. കൊള്ളാവുന്ന വണ്ടിയാ, അധികം ഓടിയിട്ടില്ല. എന്റെ ആവശ്യം കഴിഞ്ഞ് ബാക്കി സമയം ഞാനത് ടാക്സി ആയിട്ട് ഓടിച്ചാലോ എന്ന് വിചാരിക്കുക. ഓൺലൈൻ ഓട്ടം പിടിക്കാൻ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊന്നും വയ്യ. എനിക്ക് നിങ്ങളുടെ ട്രാവൽസിൽ വരുന്ന ചെറിയ ഓട്ടങ്ങൾ തന്നാൽ മതി. നിങ്ങളുടെ കമ്മീഷൻ കഴിഞ്ഞുള്ള കാശ് എനിക്ക് തന്നാൽ മതി. അത് പിന്നെ ഞങ്ങൾക്ക് അവിടെ ചെറിയ വണ്ടികളില്ലാത്തത് കൊണ്ട് അത്ര ഓട്ടങ്ങൾ വരാറില്ല വിനയ. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ തന്നെ പുറത്തു നിന്നാ ടാക്സി വിളിക്കുന്നത്. അത് മാത്രമല്ല വിനയ, ഈ വണ്ടി പ്രൈവറ്റ് രജിസ്ട്രേഷൻ അല്ലേ. പാസഞ്ചേഴ്സിന് എടുത്ത് ഓടണമെങ്കിൽ ടാക്സി പെർമിറ്റ് വേണം. അതാണ് റൂള്. പിന്നെ നിയമം നോക്കിയാണല്ലോ ഇവിടെ എല്ലാവരും എല്ലാം ചെയ്യുന്നത്. 12 സീറ്റിന് പെർമിറ്റ് ഉള്ള നിങ്ങളുടെ ചില വണ്ടിക്കകത്ത് 20-30 പേരെ കുത്തിക്കയറ്റി കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഈ നിയമം ഒന്ന് ബാധകല്ലേ? വിനയ, പാസഞ്ചേഴ്സിന്റെ കാര്യത്തിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. പോലീസോ മോട്ടോർ വകുപ്പോ പിടിച്ചാലും ചെറിയൊരു ഫൈൻ അതിൽ അവസാനിക്കും. പക്ഷേ ടാക്സി പെർമിറ്റ് ഇല്ലാതെ യാത്രക്കാരെ എടുത്ത് ഓടിയാ അത് വകുപ്പ് വേറെയാ. മാത്രമല്ല, മറ്റു ടാക്സിക്കാർ കണ്ടാലും പണി കിട്ടും. ശരി, അപ്പൊ എനിക്കൊരാവശ്യം വന്നാ സഹായിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. ആയിക്കോട്ടെ. ഞാൻ വിചാരിച്ചത് ഒരു പാലം ഇട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗം കാണുമെന്നാ. നിന്നെ സഹായിക്കാൻ മനസ്സില്ലാത്തോണ്ടൊന്നുമല്ല വിനയ, അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട് നീ ഒന്നും മനസ്സിലാക്കണം. പ്രായോഗിക ബുദ്ധിമുട്ട്? നിങ്ങൾ എന്നെ CCTV ക്യാമറ പരിശോധിക്കാൻ വിളിച്ചപ്പോ എനിക്കും ഉണ്ടായിരുന്നു ഈ പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ. അതൊക്കെ മാറ്റി വെച്ചിട്ടാ ഞാൻ നിങ്ങളുടെ കൂടെ നിന്നത്. അതിന് നീ ഒന്നും മാറ്റി വെച്ചതല്ലല്ലോ വിനയ. നിന്റെ ആവശ്യങ്ങൾ ഞങ്ങൾ നടത്തി തരികയല്ലേ ചെയ്തേ. നീ എനിക്ക് കാശ് തന്നതിന്റെ കണക്ക് പറയാണോ സത്യ? എന്നാ എന്നോട് ഇന്ദ്രൻ പറഞ്ഞ എന്താണെന്നറിയോ? അനുപമയെ ജയിലിൽ പോവാതെ രക്ഷിച്ചതിന് ഞാനന്ന് 10 ലക്ഷം ചോദിച്ചാലും തരുമായിരുന്നു. അല്ല, ഇങ്ങനൊരു കഥയുണ്ടോ? അല്ല, നീ എന്ന് ഞാൻ പറഞ്ഞ ഉടനെ 1 ലക്ഷം രൂപ ATM എടുത്ത് തന്നത് നിനക്കപ്പോ എന്നെ ആവശ്യമുള്ളതുകൊണ്ടായിരുന്നല്ലോ അല്ലേ? ചേട്ടത്തെ അമ്മയെ രക്ഷിക്കുകയും വേണം, അമ്മയെ ജയിലിൽ കയറ്റുകയും വേണം. എല്ലാം ഭംഗിയായിട്ട് നടന്ന ശേഷം അത് നടത്തി തന്നവനെ തള്ളി പറയാം. ഇത് ശരിയല്ല സത്യ, ശരിയല്ല. നീ എന്തൊക്കെയാ വിനയ് പറയുന്നത്? ഇത് കൊള്ളാം. നിന്നെ ആരെയോടെ തള്ളി പറഞ്ഞു? നിന്റെ പ്രൈവറ്റ് വാഹനം ഞങ്ങൾക്ക് ടാക്സി ആയിട്ട് ഓടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാണോ ഈ തള്ളി പറയല്? വീട് ശ്യാമ, വീട് വീട്. നിങ്ങൾ എന്റെ വണ്ടിക്ക് ഇനി ഓട്ടം തന്നാലും എനിക്കിനി വേണ്ട. ഞാൻ പോണു. ആളെ മനസ്സിലായി കഴിഞ്ഞാൽ വിനയൻ പിന്നെ ഒരു നിമിഷം അവിടെ നിൽക്കില്ല. വിട്ടേക്ക് ശ്യാമ. ആന്റി, അപ്പൊ കാണാം. ദേ, എന്നോട് വിരോധമൊന്നും തോന്നരുത് കേട്ടോ. നിങ്ങളുടെ മക്കൾ ആവശ്യപ്പെട്ടപ്പോ ഞാനൊരു സഹായം ചെയ്തു എന്നേ ഉള്ളൂ. ഓ ശരി. സ്വന്തം അമ്മയെ ജയിലിൽ കയറ്റാൻ ലക്ഷങ്ങൾ മുടക്കിയല്ലേ? കൊള്ളാവടാ, കൊള്ളാം. സത്യ, വാ നമുക്ക് അകത്തേക്ക് പോവാം. വാടാ.
ചോദിക്കുന്നത്.